Hello friends, a very good morning from the United States. Today I would like to show you the English breakfast served at our hotel. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് US വന്നിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ കടയിൽ പോയപ്പം അരി മേടിച്ചു. സോ അരി പൊട്ടിക്കുകയാണ് സുധൻ. അങ്ങനെ നമ്മൾ ചോറും പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് വി ഹാവ് അച്ചാർ, ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ വി ഗോണ മേക്ക് ചോറ് ആൻഡ് പൊട്ടറ്റോ കറി. റോയലിൻ്റെ ബസ്മതി റൈസാണ്. അങ്ങനെ 1 ഗ്ലാസ് ഓഫ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അത്രയും എടുക്കുന്നുള്ളൂ. ബിക്കോസ് നമുക്കറിയില്ല ഇത് സക്സസ്ഫുൾ ആകുമോ. നെക്സ്റ്റ് വി ക്യാൻ വാഷ് ദിസ്. അങ്ങനെ നമ്മൾ ഹോട്ട് വാട്ടറിൽ തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ്. ഹോട്ട് വാട്ടറിൽ നമ്മൾ റൈസ് ഫസ്റ്റ് വാഷ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം ബോട്ടിൽഡ് വാട്ടറാണ് കിട്ടണേ. ഇത് 500 ml കിർക്ക്ലാൻഡ് വാട്ടറാണ്, പ്യൂരിഫൈഡ് വാട്ടർ. നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് റൈസ് മേക്ക് ചെയ്യണത്. ഞാൻ ആദ്യമായിട്ടാണ് അരി ഉണ്ടാക്കണത്. സോ എനിക്കറിയത്തില്ല എങ്ങനാവുമെന്ന്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചു. സുധാ ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം. സുധൻ, നമുക്ക് കറി ഉണ്ടാക്കിയാലോ? നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആശീർവാദ് ഹിമാലയൻ സോൾട്ട് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വളരെ നൈസ് ഓണിയൻ ആണ്. നമ്മളെക്കാട്ടും ഭയങ്കര തിന്നാണ് ഔട്ടർ ലെയർ ഒക്കെ. ഭയങ്കര ക്ലീൻ ഉള്ളിയാണ്. നമ്മുടെ കയ്യിൽ പീലർ ഉണ്ട്, പക്ഷെ ഏതോ പെട്ടിയുടെ ഉള്ളിലാണ്. സോ ഐ എം ഡൂയിങ് വിത്ത് ദിസ് നൈഫ്. അങ്ങനെ പൊട്ടറ്റോ പീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ. അരി വെന്തുകൊണ്ടിരിക്കുന്നു. കിഴങ്ങിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. നമുക്ക് ഓണിയനും പൊട്ടറ്റോയും ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ള സാമഗ്രി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതെ, ഉള്ള സാമഗ്രികൾ വെച്ചാൽ ഉണ്ടാക്കണേ. കാരണം ഞങ്ങൾ ഇന്നലെ ഷോപ്പ് ചെയ്തപ്പോൾ റാൻഡംലി ആണ് കുറച്ച് വെജിറ്റബിൾസ് പിക്ക് ചെയ്തത്. വി ഡോണ്ട് നോ എന്തുണ്ടാക്കാനെന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. സോ വി റാൻഡംലി പിക്ഡ് ആൻഡ് വി തോട്ട് ഓഫ് മേക്കിംഗ് ദിസ്. അതുകൊണ്ട് ഫുൾ തെറ്റുകളായിരിക്കും എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ രണ്ടുപേരും അങ്ങനെ കിച്ചണിൽ കയറുന്ന ആൾക്കാരല്ല. ആൻഡ് ബട്ട് ഹിയർ വി ഷുഡ് ഡു ourselves. സോ നമ്മൾ ഉണ്ടാക്കി നോക്കിയാണ്. സോ കറക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ വി കുഡ് കറക്റ്റ് അവർ മിസ്റ്റേക്സ്. അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സുധൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, മഞ്ഞപ്പൊടി ഇടണ്ടേ? നമ്മൾ മസാലയൊക്കെ ഇട്ടു. നോക്കി കാണിച്ച് നമ്മൾ മസാല ഇട്ടു. ഇതിലേക്ക് ഇനി ഉള്ളി ആഡ് ചെയ്യാൻ പോവാം. മസാല ഉപ്പൊക്കെ ഇട്ടു. ഇനി ആഡ് ചെയ്യും ഉള്ളി. ഓക്കെ, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു എല്ലാ പൊടികളും അല്ല ഗൈസ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ ഇച്ചിരി ഉപ്പ് ഇത്രയും ഇട്ട് നമ്മള് വഴറ്റി എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ആൻഡ് ഓണിയൻ ആണിത്. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. we have other than this അങ്ങനെ നമുക്ക് ഇന്നത്തെ ഫുഡിനായിട്ടുള്ള ഡിഷസ് എന്ന് പറയുന്നത് ചോറുണ്ട്,
ചമ്മന്തിപ്പൊടി, മീൻ അച്ചാറ്, മാങ്ങ അച്ചാറ്. വി ഹാവ് ഓൾ ദ പിക്കിൾസ്. പക്ഷെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പിക്കിൾ എടുക്കുകയുള്ളൂ. ആൻഡ് ചമ്മന്തിപ്പൊടിയും ഇതും കൂട്ടിയായിരിക്കും നമ്മൾ ഇന്ന് ചോറ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലേ സുധൻ? ഓക്കെ. ഞങ്ങൾ ഉണ്ടാക്കിയതേ ഉള്ളൂ, ഞങ്ങൾക്ക് കഴിക്കേണ്ടി വന്നില്ല. ബിക്കോസ് വി വെർ ഇൻവൈറ്റഡ് ബൈ സുധൻസ് കൊളീഗ് ഫോർ ദ ലഞ്ച്. സോ ഞങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തു പോവുകയാണ്. ദിസ് ഈസ് ദ ഹോട്ടൽ വേർ വി സ്റ്റേ, ഹോംവുഡ് സ്യൂട്ട്സ് ഹിൽട്ടൺ. ഇന്നലെ മഴ കാരണം ഫുൾ വീഡിയോ ഒന്നും കറക്റ്റായി എടുക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് ദ പ്ലേസ് വേർ വി സ്റ്റേ നൗ. ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏരിയ ആണിത്. പുറത്ത് നല്ല തണുപ്പാണ്. കടയിൽ പോയി സാധനം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഒരു കവറൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ സാധനം വാങ്ങിക്കാനായിട്ട്. സോ അങ്ങനെ നിങ്ങൾ US ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, US പാതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് എക്സ്പ്ലോർ ടുഗദർ. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് പ്ലാൻ. ദിസ് ഈസ് മാരിറ്റ് ആൻഡ് ആ കാണുന്നതാണ് സുധൻ്റെ ഓഫീസ്. ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ നിയർ ബൈ ഹോട്ടൽ മാരേജ് ആണ്. ആൻഡ് ദാറ്റ്സ് കോഗ്നിസന്റ്. അങ്ങനെ കുറേ ബിൽഡിങ്സ് ആണിത്. ആൻഡ് ഓക്കെ, സ്കൂൾ ബസ് കണ്ടായിരുന്നു. സ്കൂൾ ബസ്, ബസ്. എങ്ങനെയുണ്ട് ബാബേ? ഞാനെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഐ ഡോണ്ട് നോ മച്ച് ടു സേ. സോ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. Now only exploring everything. I don't know much to say. അമേരിക്കയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, bye, see you.